ഓരോരുത്തർക്കാണോ വോട്ട് കൊടുക്കുക? ഇന്ന് ഷാനവാസാണെങ്കിൽ നാളെ അങ്ങനെയാണോ? അനുമോൾ ഇഷ്ടപ്പെടാറുണ്ടോ? സോസിക്ക് ഇഷ്ടപ്പെടാറുണ്ട് അനീഷിന്റെ ഗെയിം? അതാ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി, ഇഷ്ടപ്പെടാതെ അങ്ങനെ ആയിട്ടില്ല, ഇപ്പൊ തുടങ്ങിയില്ല. ബിഗ് ബോസിന്റെ സീസൺ ആയതുകൊണ്ട് കാണാറുണ്ടോ ബിഗ് ബോസ്? ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷാനവാസ് ഉണ്ട്, പിന്നെ എന്റെ ഫ്രണ്ട് അനുമോൾ ഉണ്ട്, രേണു ഉണ്ട്, ശരത് ഉണ്ട്. അപ്പൊ അങ്ങനെ കാണാനുള്ള എനിക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ കാണാറുണ്ട് എപ്പിസോഡ്സ്. ഓരോരുത്തർക്കാണോ വോട്ട് കൊടുക്കുക? ഇന്ന് ഷാനവാസാണെങ്കിൽ നാളെ അങ്ങനെയാണോ? അനുമോൾ ഞാൻ ഇതുവരെ ചെയ്ത് തുടങ്ങിയിട്ടില്ല, കാരണം ഇപ്പൊ എനിക്ക് തോന്നി അവരൊന്നും അങ്ങനെ ഇപ്പൊ ഒന്നും ഔട്ട് ആവുന്ന ആൾക്കാരല്ല. അല്ല, കോൺഫിഡന്റ് ആണ് ഷാനവാസ് അനുമോളും ഒന്നും ഇപ്പൊ ഔട്ട് ആവില്ല. ശരത്തേട്ടൻ എല്ലാരിലും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, അതുകൊണ്ട് ഇപ്പൊ ഞാൻ വോട്ടിംഗ് തുടങ്ങിയിട്ടില്ല. ഇനി അതിന്റെ ഒരു ഘട്ടമാകുമ്പോൾ തുടങ്ങാം. ഇതുവരെയുള്ള ഒരു ഗെയിം പ്ലേ വെച്ചിട്ട് ആര് കപ്പടിക്കാൻ തോന്നുന്നു? ഏകദേശം അങ്ങനെയുള്ളത് അത് നമുക്ക് പറയാറായിട്ടില്ലല്ലോ, കാരണം എനിക്ക് തോന്നുന്നു ഒരു 20-25 ഡേയ്സ് ഒക്കെ കഴിയുമ്പോഴാണ് കുറച്ചുകൂടി ഗെയിം പ്ലാൻസ് ഒക്കെ എല്ലാവരും ഇതാക്കുള്ളൂ. ഇപ്പൊ നോർമൽ ഒരു രീതിയിലല്ല പോണേ. ഇപ്പൊ അങ്ങനെ ജഡ്ജ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. നിലവിൽ എല്ലാവരും പറയുന്നത് അനീഷിന്റെ ഗെയിം ഭയങ്കരമായിട്ട് അല്ല. നിലവിൽ അനീഷ് അദ്ദേഹത്തെ പിന്നെ നമുക്ക് പേഴ്സണലി അറിയാത്തതുകൊണ്ട് എങ്ങനെയാണ് ക്യാരക്ടർ എന്ന് അറിയില്ല. പക്ഷെ ഇപ്പോൾ ആള് ചെയ്യുന്നത് മേ ബി അദ്ദേഹത്തിന്റെ ഗെയിം പ്ലാൻ ആയിരിക്കാം. അത് നന്നായിട്ട് വർക്ക് ആയാൽ ചിലപ്പോൾ അദ്ദേഹം കപ്പടിക്കും. ഇഷ്ടപ്പെടാറുണ്ടോ? സോസിക്ക് ഇഷ്ടപ്പെടാറുണ്ട് അനീഷിന്റെ ഗെയിം? അതാ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി, ഇഷ്ടപ്പെടാതെ അങ്ങനെ ആയിട്ടില്ല, ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ഈ ഷാനവാസ് നായകനായിട്ടോട് അഭിനയിച്ചാണോ സാസിയോടൊപ്പം? ബിഗ് ബോസിൽ എങ്ങനെയുണ്ട് പെർഫോമൻസ്? അല്ല, ബിഗ് ബോസിൽ അതാ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഷാനവാസ് നന്നായി കാരണം ഷാനവാസ് കുറച്ച് അത്യാവശ്യം നന്നായി സംസാരിക്കുന്ന ആളാണ്, തർക്കിക്കേണ്ട അടുത്ത് നന്നായി തർക്കിക്കും, നന്നായിട്ട് ഗെയിം സ്പിരിറ്റ് അത് എടുക്കുന്ന ആളാണ്, അത്യാവശ്യം കോമഡി ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. അപ്പം എനിക്ക് തോന്നി ഡാൻസ്, പാട്ടില്ല, പാട്ട് അറിയില്ല, ഡാൻസ്, അപ്പം മൊത്തത്തിലൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും ഷാനു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നന്നായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മലയാളികളിലെ രുദ്രനിലൂടെയാണ് ഷാനവാസിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ബിഗ് ബോസിലേക്ക് വന്നപ്പോൾ ആ ഷാനവാസ് അല്ല ഇത്. ആ രീതിയിൽ ഉറപ്പായിട്ടും അങ്ങനെ ആയിരിക്കില്ലല്ലോ. രുദ്രൻ, ഇന്ദ്രൻ, അല്ലെങ്കിൽ അതൊക്കെ ക്യാരക്ടേഴ്സ് അല്ലേ. അതൊരു എഴുത്തുകാരന്റെയും ഡയറക്ടറിന്റെയും നമ്മൾ പെർഫോം ചെയ്യുന്നതാണ്. പക്ഷെ റിയൽ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കില്ലല്ലോ. തീർച്ചയായിട്ടും ഷാനവാസ് രുദ്രനും അല്ല, ഇന്ദ്രനും അല്ല. ഷാനവാസ് വേറെ ഒരാൾ തന്നെയാണ്. അത് ബിഗ് ബോസിൽ കാണാൻ പറ്റട്ടെ ആളുകൾക്ക്. ഓക്കെ, താങ്ക് യു. ഓണാഘോഷം നന്നായി പോണു, ഓണാഘോഷങ്ങൾ നന്നായി പോണു. പ്രത്യേകിച്ച് അതൊന്നും ആയിട്ടില്ല, അത്രയ്ക്കുള്ള പ്രിപ്പറേഷൻ ആയിട്ടില്ല. ഓണം ബഡ്ജറ്റൊക്കെ കിട്ടോ? ബഡ്ജറ്റോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എത്ര രൂപയ്ക്ക് ഡ്രസ്സ് മേടിക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്? അങ്ങനെ പ്ലാൻഡ് ഒന്നുമല്ല. നമ്മളിപ്പോ ഇതുപോലെ ഒരു ഷോപ്പിൽ കയറുമ്പോൾ എല്ലാവർക്കും, ഫാമിലിക്ക് എല്ലാവർക്കും എടുക്കും. അതിനങ്ങനെ വലിയ ബഡ്ജറ്റ് പ്ലാനിങ് ഒന്നുമില്ല. ചുമ്മാ പോകുമ്പോൾ എടുക്കും, അത്ര.